ഇപ്പം വീണ്ടും നമ്മൾ സിനിമയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ അന്ന് ചക്രത്തിൽ അഭിനയിക്കുന്ന ആദ്യ സീൻ മീര അല്ലേ, മീര ജാസ്മിന്റെ കൂടെയാണ്. വീണ്ടും ഇത്രയും 10-14 വർഷങ്ങൾക്ക് ശേഷം ക്യൂൻ എലിസബത്തിൽ അഭിനയിക്കുമ്പോൾ തിരിച്ചറിഞ്ഞിരുന്നോ? എനിക്ക് അറിയാം, എന്നെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ, അന്നത്തെ രൂപമേ അല്ല ഞാൻ. അതെ അതെ അങ്ങനെയല്ല. പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, മീരക്ക് എത്രയോ ആളുകളെ കാണുന്നതാ. പക്ഷെ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ചക്രം എന്ന് പറഞ്ഞ സിനിമയിൽ. അയ്യോ ആണോ, ഭയങ്കര ഒരു അതിശയായിരുന്നായിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ സെയിം ഏജാ. ഞാനിരിക്കുന്ന നോക്ക്, മീര ഇരിക്കുന്ന നോക്ക്, എന്തൊരു വ്യത്യാസമാണല്ലേ. ഞാൻ 82 ആണ്, മീര എനിക്ക് തോന്നുന്നു 81 തോന്നുന്നു. ഇത്രയും വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല കൊച്ചാ കേട്ടോ. നമ്മളെ പലർക്കും ഉണ്ടല്ലോ കേൾവിക്കാരാവാൻ ഇഷ്ടമില്ല, പറയാനാണല്ലോ ഇഷ്ടം. മീര കേൾക്കും നമ്മളെ ഇപ്പൊ ലൈഫിലുള്ള പ്രശ്നങ്ങൾ, മീരയുടെ അനുഭവങ്ങൾ പറയും. അങ്ങനെ നല്ല കൊച്ചായിരുന്നു, നല്ല കൊച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിനെ. കുറേ സംസാരിച്ച് എന്നെ കുറേ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. എല്ലാം ശരിയാവും കേട്ടോ, എപ്പോഴെങ്കിലും വരുമ്പോൾ ഞാൻ വീട്ടിൽ വരാം, അങ്ങനെയൊക്കെ. പിന്നെ ലൈഫ് സ്റ്റൈല് മാറ്റണം, പുള്ളിയെ വേറെ എന്തോ ഒരു ലൈഫ് സ്റ്റൈലിലോട്ടൊക്കെ എത്തിയായിരുന്നു. അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ, എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല, എന്നാലും നമ്മളും കേട്ടിരുന്നു. അല്ല, അന്ന് അത്രയും ഒരു വർഷത്തെ ഒരു ഇടവേള, അല്ലെങ്കിൽ പറഞ്ഞില്ല, ഇപ്പൊ സിനിമ ഒന്നും അറിയാതെ അതിലേക്ക് എത്തിപ്പെട്ട ഒരാൾ ലോഹിത് സാറിനെ പോലെ അത്രയും വലിയൊരു അതികായകന്റെ സിനിമയിൽ അഭിനയിക്കുന്നു. ഈ പിന്നീട് ഇത്രയും ഗ്യാപ്പ് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്വപ്നങ്ങളിൽ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ അഭിനയിക്കണമെന്ന് ഇവിടെ ആർക്കാ നിർബന്ധം? എനിക്ക് പോലും നിർബന്ധമില്ല, പിന്നെ ആർക്കെങ്കിലും നിർബന്ധം? വിധി ഉണ്ടായിരുന്നു. അതാ